ഗൈസ് രേണു മെന്റലി ബ്രേക്ക് ഡൗൺ ആയി. ഇത് അവിടെ ഉള്ളപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും നടക്കുന്ന ഒരു കാര്യമാണ്. ചിലർ 2 days, ചിലർ 1 week, ചിലർ 21 daysന്റെ ഉള്ളിലൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ആവാറുള്ളത്. ഇപ്പൊ മെന്റലി രേണു ബ്രേക്ക് ഡൗൺ ആയ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആക്ച്വലി രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഫോൺ എന്ന് പറയുന്നത് വളരെ ഒരു സപ്പോർട്ടാണ്. കാരണം എത്ര ദിവസം ഷൂട്ടിന് പോയി നിന്നാലും അല്ലെങ്കിൽ മാറി നിന്നാലൊക്കെ കിച്ചുവിനെ ആണെങ്കിലും വീട്ടിലോട്ടാണെങ്കിലൊക്കെ വിളിക്കാൻ പറ്റാറുണ്ട്. ഇതിലിപ്പോൾ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ആകെ മൊത്തം ടോട്ടലി നമുക്കൊരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് വരും. അത് എൻഡപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കരച്ചിലൂടെയോ അല്ലെങ്കിൽ റോർ ചെയ്തിട്ടോ ആണ്. റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. ഇങ്ങനെ കരഞ്ഞ് തന്നെയാണ് ആളത് തീർത്തത്. അത് ഭയങ്കര റിലേറ്റബിൾ ആണ് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് രേണു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നില്ല, വട്ടുപിടിക്കും ഇവിടെ നിന്ന്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ബിഗ് ബാസ്. സോ അത് കവറപ്പ് ചെയ്ത് പോന്ന് കഴിയുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. സോ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാന്നല്ലാതെ അതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കരച്ചിൽ കണ്ടപ്പോൾ കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആള് എങ്ങനെയാലും 4 കാലിൽ വീണ് പിടിച്ചു നിൽക്കുന്നുണ്ട്. ആൾക്ക് ആളുടേതായ ശരിയുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ശരിയുണ്ട്, അത് എന്റെയാണ് ശരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര സ്റ്റബേൺ ആണ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് പക്ഷെ സോറി പറയാനും മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രേണു. കാരണം എനിക്ക് 2-3 ദിവസത്തെ പരിചയമുള്ളൂ രേണുവിനെ, അടുത്തുള്ള പരിചയം, ക്ലോസ് ടു ക്ലേസ്, അടുത്തടുത്തുള്ള പരിചയം. അതിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെയാണോ, ഓക്കെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കേൾക്കത്തില്ല. അപ്പൊ ആ ഒരു ബ്രേക്ക് ഡൗൺ നമ്മളവിടെ കണ്ടു. അതേപോലെ തന്നെ ഷാനവാസിനോടൊക്കെ സുധിയെ പറ്റി പറയുന്നുണ്ട്. ലൈക്ക് നമുക്ക് അത് വളരെ ടച്ചിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ജെന്യുവൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിപ്പോ വിധവാ കാർഡ് കഴിഞ്ഞിട്ട് സുധിച്ചേട്ടനെ വെച്ച് കളിക്കുകയാണോ, ഗെയിം ടാസ്ക് ആണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കേട്ടെടുത്തോളം എനിക്ക് ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നി. കാരണം കണ്ണുള്ളപ്പോഴാണ് കണ്ണിന്റെ വില അറിയത്തുള്ളൂ. അപ്പൊ രേണു അതിനകത്ത് പറയുന്നുണ്ട്, നമുക്കൊരാള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു പെയിൻ വളരെ വലുതാണ്. ഓഫ് കോഴ്സ് അത് വളരെ വലുതാണ്. അതിന്റെ ഇതിലേക്ക് വേറൊരാള് വന്നാൽ പോലും ആ ഒരു നോ വൺ ക്യാൻ റീപ്ലേസ് റൈറ്റ്. നോ, അതിനകത്ത് സുധി രേണു പറയുന്നുണ്ട്, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും, എനിക്ക് എന്താ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കും, എവിടെ വാവേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ഈ സുധി ചേട്ടൻ വിളിച്ച് ചോദിക്കും എന്നൊക്കെ. അപ്പൊ ഇപ്പോ എവിടെയാണ്, ആരാണ്, എന്താന്ന് വിളിച്ച് ചോദിക്കാൻ രേണുവിന് ആരുമില്ല. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം ഒരു അതിനെ എനിക്കൊരിക്കലും അതൊരു ഒറ്റപ്പെടലായിട്ടോ അതൊരു സ്ട്രാറ്റജി ആയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ ബേസ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് നിൽക്കുന്നവർ എപ്പോഴും ബോൾഡ് ആണ്. അവർക്ക് വീക്ക്നെസ് ഇല്ല, അവർക്ക് മാനസികമായിട്ട് ഇമോഷൻസ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫീലിംഗ് വന്നപ്പോൾ, ആ ഒരു വിഷമം വന്നപ്പോൾ ആള് തുറന്നു പറഞ്ഞതായിരിക്കും, ഇപ്പൊ എന്നെ വിളിക്കാൻ ആരുമില്ല എന്ന് പറയണ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എനിക്ക്. അപ്പോൾ ഇതിന്റെ കമന്റ്സ് വന്നിട്ട് ഫുൾ കാർഡ് ഇറക്കി കളിക്കുന്നു, സുധിച്ചേട്ടനെ വിറ്റ് ഗെയിം കളിക്കുന്നു എന്നാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം എത്രയൊക്കെയായാലും മനുഷ്യന്മാർക്ക് ഇമോഷൻസ് ഉണ്ട്. ഇവര് ഇത്ര വലിയ രാജ്യദ്രോഹമോ കൊലക്കുറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തിനും ഈ ഗോവിന്ദചാമി പുറത്തിറങ്ങിയിട്ട് ജയിലിൽ ചാടിയിട്ട് തിരിച്ച് അകത്ത് കയറി, അയാള് തിരിച്ചകത്ത് കിട്ടിട്ടുണ്ടെങ്കിലും അയാൾ ഇപ്പോഴും മൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും അയാളൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത മനുഷ്യരാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറി താണ്ടി വളരെയധികം ഒരു സൈബർ ബുള്ളിങ് അറ്റാക്ക് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേണു. തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് കരയുമ്പോൾ അതിന്റെ താഴെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കമന്റ് ചെയ്യുമ്പോൾ അയ്യോ എന്താന്ന് തോന്നും. എനിക്ക് ഈ ഒരു വർത്തമാനം കേട്ടപ്പോൾ, ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ആ ഒരു ആളില്ലായ്മ, വിളിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സംഭവത്തിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലോൺനെസ് എന്ന് പറയുന്ന സംഭവം അത് ജീവിതത്തിൽ വന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഒരാളോട് പറഞ്ഞാലും അയാൾക്കും ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റും തോന്നില്ല. സോ അങ്ങനെ ഒരു സംസാരം ഇന്ന് രേണു സംസാരിച്ചു. അതൊരിക്കലും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.